നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള ഈ ഡിസ്കഷൻ്റെ അടുത്ത സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് ഉയരുക, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിൻ്റെ സ്വഭാവം? ഒരു സംശയവും കൂടാണ്ട് പറയാം, പരിപൂർണമായിട്ടുള്ള സ്നേഹം, അതാണ് യഥാർത്ഥ വ്യക്തിത്വം. നമ്മളെല്ലാവരും സ്നേഹം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പല പ്രവൃത്തികളും ചെയ്യുന്നത്. അമ്മയുടെ സ്നേഹം ഏറ്റവും അധികം വാഴ്ത്തപ്പെടുന്നു, കാരണം അത് നിഷ്കളങ്കമാണ്. അമ്മയും കുട്ടിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്തതാണ്. ഇപ്പോൾ കുട്ടിയുടെ വിഷമങ്ങൾ എന്താണ്, കുട്ടിയുടെ സന്തോഷം എന്താണ് എന്ന് അമ്മ പെട്ടെന്ന് തിരിച്ചറിയുന്നു. കാരണം അവിടെ ബാരിയേഴ്സ് ഇല്ലാതാകുന്നു. സ്നേഹമാണ് എല്ലാ ബാരിയേഴ്സിനെയും ഇല്ലാതാക്കുന്നത് എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. സ്നേഹമാണ് അഖിലസാരം ഊഴിയിൽ എന്നുള്ളത് ഒരു കവിയുടെ വചനമാണ്. അപ്പോൾ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വമായിട്ടുള്ള ഈ സ്നേഹത്തിൽ എത്തിച്ചേരുക, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പം അതിൽ പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന മനസ്സ് എന്നുള്ള ഈ ഫ്ലോ, ഈ ശക്തിയെ ആ വ്യക്തിത്വത്തോട് അടുപ്പിക്കുക. അവിടെ നിന്നാണ് മനസ്സ് ഉയരുന്നത്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ ആദ്യത്തെ തോട്ട് എന്ന് പറയാൻ സാധിക്കില്ല, ആദ്യത്തെ ഫീലിംഗ് സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കും. നമുക്കൊരു ദുഃഖം അനുഭവിക്കുന്ന വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ സഹായിക്കണം, ഇതാണ് ആദ്യത്തെ ഇമ്പൾസ്. അടുത്ത നിമിഷം തന്നെ നമ്മുടെ സെൽഫിഷ് തോട്ട്സ് കടന്നു വരുന്നു, സ്വാർത്ഥ ചിന്തകൾ കടന്നു വരുന്നു. നമ്മുടെ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൈകൾ പോകുമ്പോൾ ചിലപ്പോൾ 100 രൂപ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവും. പക്ഷേ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും പൈസ ഇല്ലാതെ പുറത്തേക്ക് വരുന്നു. നമുക്ക് ഒരുപാട് ന്യായീകരണങ്ങളുണ്ട് കൊടുക്കാതിരിക്കാൻ. അയാൾക്ക് പണിയെടുത്തൂടെ, അയാൾ മടിയനായിട്ടല്ലേ. ഇപ്പോൾ പൈസയുടെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നൽകുന്ന കാര്യത്തിൽ നമ്മളുടെ സെൽഫിഷ്നെസ് അവിടെ തടസ്സം നൽകുന്നു. യഥാർത്ഥ സ്നേഹം നൽകിക്കൊണ്ടേയിരിക്കുന്നു. കാരണം സ്നേഹത്തിന് നിലനിൽക്കാൻ ഒന്നും ആവശ്യമില്ല. സ്നേഹം പൂർണ്ണമാണ്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്നുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമുണ്ട്. പൂർണ്ണമാണ്. സ്നേഹത്തിൽ നിന്നും ഒന്നും എടുത്തിട്ട് സ്നേഹത്തെ കുറയ്ക്കാൻ സാധിക്കില്ല, സ്നേഹത്തിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ആ സ്നേഹമെന്ന പൂർണ്ണമായിട്ടുള്ള വ്യക്തിത്വം, അവിടേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അതാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറയാം, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. വാൽമീകി രത്നാകരൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. സ്വാമി വിവേകാനന്ദൻ നരേന്ദ്രൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പം അതുപോലെ എല്ലാ മഹാത്മാക്കളും, മഹാത്മാഗാന്ധിജി, മോഹൻദാസ് എന്നുള്ള ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുന്തോറും, സ്നേഹം നൽകുന്തോറും നമ്മൾ സ്നേഹത്തിലേക്ക് ഉയരുന്നു. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ആ സ്നേഹത്തിൻ്റെ ഉറവിടത്തിലേക്ക് സ്വയം ഉയർത്തണം, കണക്ട് ചെയ്യണം. അത് ഇവിടെ തന്നെയുണ്ട്, എവിടെയും പോയിട്ടൊന്നുമില്ല, നമ്മളിൽ നിന്നും അന്യമല്ല. അപ്പോൾ ആ യാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ആനന്ദം വേണം, ജോയ്. മെഡിറ്റേഷനിൽ ഇരിക്കുന്നതിന് മുമ്പ് കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മനോഭാവം, ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. ആ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു ക്രേവിങ്. അതുകൊണ്ടാണ് രാവിലെ തന്നെ നമ്മളത് ആദ്യം തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമ്മളത് ശ്രമിക്കേണ്ടി വരും. ഫേക്ക് ഇറ്റ് മേക്ക് ഇറ്റ് എന്ന് പറയും. പിന്നെ നമുക്കത് നാച്ചുറലാവും. നമ്മൾ അവിടേക്ക് ആക്സസ് കണ്ടെത്തുന്നതിന് മുമ്പ് വേറൊരു പ്രവൃത്തിയിലും ഏർപ്പെടില്ല. അപ്പോൾ ആ ജോയിൻ്റെ ഒരു മനോഭാവത്തിൽ, ആനന്ദത്തിൻ്റെ മനോഭാവത്തിൽ വേണം നമ്മൾ മെഡിറ്റേഷനിലിരിക്കാൻ. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഉറവിടം എവിടെയാണ്? ഈ സ്നേഹത്തിൽ ഊന്നി നിൽക്കുന്ന എൻ്റെ ഹയ്യസ്റ്റ് പേഴ്സണാലിറ്റി എവിടെയാണ്? എൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമുക്കത് നമ്മുടെ സെൻറ്ററായിട്ട് സങ്കല്പിക്കാം.
എപ്പോഴും നമ്മൾ സെൻറ്റർ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കുക. രാജ്യത്തിൻ്റെ സെൻറ്റർ, ഭൂമിയുടെ സെൻറ്റർ, ആറ്റത്തിൻ്റെ സെൻറ്റർ, ഇപ്പോൾ കേന്ദ്രം. അപ്പോൾ നമ്മുടെ കേന്ദ്രം ഹൃദയം, അതാണ് ഹൃദയം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കും ഹൃദയമാണ് ഏറ്റവും പ്രധാനം. ഹൃദയം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കഴിഞ്ഞു. അപ്പോൾ അത് വെറും ഒരു പമ്പിങ് സ്റ്റേഷനല്ല, നമ്മുടെ ഫീലിങ്സിൻ്റെ സെൻറ്ററാണെന്ന് കൂടി മോഡേൺ സയൻസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഹാർട്ട്സ് കോഡ് എന്നുള്ള പോൾ പിയർസാൽ എഴുതിയിട്ടുള്ള പുസ്തകം എല്ലാവരും ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ആനന്ദത്തിൻ്റെ മനോഭാവത്തിൽ നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത്, ആരും ഡിസ്റ്റർബ് ചെയ്യാത്തൊരു സ്ഥലത്ത്, നേരത്തെ കുട്ടി തന്നെ പറയുന്നത് നല്ലതാണ്, ഞാൻ മെഡിറ്റേഷനിലിരിക്കുകയാണ്, എന്നെ ഇത്രയും സമയം ഡിസ്റ്റർബ് ചെയ്യരുത്. എന്നിട്ട് നമുക്ക് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ, പോസ്റ്ററിൽ, കസേരയിലോ ചമ്പ്രം പിണഞ്ഞോ എങ്ങനെയാണ് നമുക്ക് കംഫോർട്ടബിൾ അതുപോലെ ഇരിക്കുക. നമ്മൾ കൈയും കാലും മുഖമൊക്കെ കഴുകാം, വേണമെങ്കിൽ കുളിക്കാം. നമുക്ക് ശരീരത്തിൽ ആ വൃത്തി കൊണ്ടുവരണം. വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാം. എല്ലാം നേരത്തെ തന്നെ തയ്യാറാവണം. ഇടയിൽ എണീറ്റ് പോകാനുള്ള തോന്നലുണ്ടാകും. അപ്പോൾ നമ്മൾ പ്രൈം മിനിസ്റ്ററെ കാണാൻ പോകണമെന്ന് ആലോചിക്കും, എങ്ങനെയായിരിക്കും? ഇടയിൽ പോയിട്ട് വെള്ളം കുടിക്കാൻ പറ്റും? നമ്മളെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കും. അല്ലെങ്കിൽ എക്സാമിനേഷൻ ഹാളിൽ കയറുന്ന കാര്യം ആലോചിച്ചു. അപ്പോൾ അതുപോലെ ഉള്ളൊരു സിറ്റുവേഷൻ നമ്മളുണ്ടാകും. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ശ്വാസം വളരെ മൃദുവായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. സ്നേഹം ഹൃദയത്തിൽ നിറയുന്നതായി അനുഭവിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കുക. ഹൃദയത്തിൽ ഉള്ള കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം. ഇവിടെ നമ്മൾ പ്രകാശം കാണാൻ ശ്രമിക്കേണ്ട, സങ്കല്പമാണ് പ്രധാനം. ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക. വളരെ മൃദുവായി തന്നെ ഹൃദയത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവുക. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ
പതുക്കെ കണ്ണുകൾ തുറക്കൂ. അപ്പോൾ ഇത് മെഡിറ്റേഷൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സെഷൻ മാത്രമാണ്. ഇത് പറ്റുന്നത്ര സമയം നമുക്ക് ചെയ്യാം. മാക്സിമം 1 മണിക്കൂർ വരെ ചെയ്യാം. അപ്പോൾ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ടീഷൻ നിലനിർത്തണം. അതിന് ശേഷം എന്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത്, എന്താണ് ഇപ്പോഴത്തെ ആ സ്റ്റേറ്റ്, അത് സ്വന്തം വാക്കുകളിൽ ഡയറിയിൽ കുറിച്ച് വയ്ക്കുക. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ലിമിറ്റേഷൻ ഇല്ല. 1 മണിക്കൂറിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും മെഡിറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക, വീണ്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും, എൻക്വയറീസ് പ്രത്യക്ഷപ്പെടും. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ അടുത്ത സെഷനുകളിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴെ തന്നെ കമൻസിൽ പോസ്റ്റ് ചെയ്യുക. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.